ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ച ചില ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും അള്ളാഹു നന്നായി ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹെൽമ്, അനാത്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ഷമയും അല്ലെങ്കിൽ ആത്മസംയമനവും, അതുപോലെ തന്നെ ഒരു അവധാനതയെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന രീതികളിൽ നമ്മൾ പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലും ഏത് തരം ജോലിയാകട്ടെ തൊഴിലാകട്ടെ അതിൽ ഒരു വർക്ക് എത്തിക്, ഒരു തൊഴിൽ മര്യാദ കാണിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന. തീർച്ചയായും നിങ്ങളിൽ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയായും കൃത്യമായും, അതിനെയാണ് ഇത്ഖാൻ എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളാണ് അവർ ഏത് ജോലി ചെയ്യുമ്പോഴും അത് ഏറ്റവും ഭംഗിയായി പൂർണ്ണതയോടുകൂടി ചെയ്യുന്നു. അതർഹിക്കുന്ന ഗൗരവത്തോടെയും പൂർണ്ണ ശ്രദ്ധയോടെയും കൂടി, ഒരു കംപ്ലീറ്റ് ഫോക്കസോടുകൂടി ചെയ്യുക. അതാണ് വാസ്തവത്തിൽ ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ. ഇതൊരർത്ഥത്തിൽ ഒരു ഉത്തമമായ തൊഴിൽ മര്യാദ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വർക്ക് എത്തിക്കാണത്. അതുപോലെ തന്നെ ഒരു കൃത്യനിഷ്ഠ. നമ്മൾ ഒരു ശമ്പളമുള്ള ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് കൃത്യമായി എത്തുക, നമ്മളെ ഏൽപ്പിച്ച പണി ഏറ്റവും മനോഹരമായ രൂപത്തിൽ, ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക. അത് നമ്മുടെ മേലധികാരികൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും, അവർ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും, അതേറ്റവും നമ്മെ ഏൽപ്പിച്ചു എന്നുള്ള നിലക്ക്, നമ്മൾ ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ള നിലക്ക് ഒരു അമാനത്ത് എന്ന രൂപത്തിൽ അതേറ്റവും ഭംഗിയായി ചെയ്യുക എന്നതാണ് ഇത്ഖാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് അതിൻ്റെ ആളുകൾക്ക് കൃത്യമായി ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിക്കുന്നു. അതായത് അത് എല്ലാ അമാനത്തുകളെയും ഉൾക്കൊള്ളുന്നതാണ്. ജോലിയാകട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു സംഗതിയാകട്ടെ, അതൊക്കെ അതിൻ്റെ ഉടമസ്ഥർക്ക് പൂർണ്ണമായും ഏറ്റവും അവർ നമ്മളെ ഏൽപ്പിച്ച ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ അത് തിരിച്ചേൽപ്പിക്കുക. അതിനെയാണ് തുഅദ്ദുൽ അമാനാത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അസൈൻമെൻറ്റുകൾ, ജോലികൾ, ഡ്യൂട്ടി, അതെല്ലാം ഏറ്റവും ഭംഗിയായും പൂർണ്ണ രൂപത്തിലും ചെയ്യുന്നതിനെ അമാനത്തുകളെ ഏൽപ്പിക്കുക എന്ന അർത്ഥത്തിൽ പറയാം. മുമ്പ് നമ്മൾ ഇഹ്സാനെക്കുറിച്ച് പറഞ്ഞു. ഇഹ്സാൻ എന്നാൽ അതൊരു എക്സലൻസ് ആണ്, അതായത് ഒരു മികവാണ്. ഇത്ഖാൻ എന്ന് പറയുമ്പോൾ ഇത് അതിനേക്കാൾ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് വേണ്ടി തന്നെ നാം ഉയർന്ന നിലവാരങ്ങൾ നിശ്ചയിക്കുന്നതിനെയാണ് ഇത്ഖാൻ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇഹ്സാൻ എന്നത് നമ്മുടെ പ്രചോദനമാണ്, മോട്ടിവേഷനാണ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്ഖാൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ സീലിംഗ് നമ്മൾ ഉയർത്തുന്നു, നമ്മുടെ ബാർ നമ്മൾ ഉയർത്തുന്നു എന്നർത്ഥം. അത് ഉന്നതമായ ഒരു തൊഴിൽ മര്യാദയാണ്. അപ്പോൾ പ്രചോദനത്തിൽ മാത്രം ഉയർന്ന നിലവാരം പുലർത്തിയാൽ പോരാ, മറിച്ച് നാം ചെയ്യുന്ന ജോലിയിലും ആ നിലവാരം പുലർത്തണം. നമ്മുടെ ലക്ഷ്യബോധത്തിൻ്റെ തെളിവ് കൂടിയാണ് ഇത്ഖാൻ. ഇത്ഖാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ജോലിയിൽ കൃത്യനിഷ്ഠതയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ, നാം ഏറ്റവും ഉയർന്ന തോതിലുള്ള പ്രചോദനത്തെ, അതായത് ഇഹ്സാൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലായിരിക്കും നാം ഉണ്ടാവുക. നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമ്മെ അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ, കാലിഗ്രാഫി, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആർക്കിടെക്ചർ, ഇസ്ലാമിക് ആർക്കിടെക്ചർ, അതിൻ്റെ ഇസ്ലാമിക് കാലിഗ്രാഫി, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ആ പ്രവർത്തിച്ച ആളുകൾ അതിൽ അതീവമായ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തരം വിജ്ഞാനവും അവർ കരസ്ഥമാക്കാൻ ശ്രമിച്ചിരുന്നു. ആ പഴയകാല ഇസ്ലാമിക തലമുറ, ശാസ്ത്രമാകട്ടെ,
ആത്മീയ വിദ്യാഭ്യാസമാകട്ടെ, അല്ലെങ്കിൽ ഭൗതികമെന്ന് നമ്മൾ ഇന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മറ്റ് വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത ശാഖകളാകട്ടെ, അതൊക്കെ തന്നെ ഏറ്റവും പൂർണ്ണമായ ശ്രദ്ധയോടെ കംപ്ലീറ്റ് ഫോക്കസോടുകൂടി അതിലൊക്കെ മുഴുകിയതിൻ്റെ ഫലമാണ് ഇസ്ലാമിക ലോകം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രത്തിൻ്റെ വലിയ പുരോഗതിക്കുമൊക്കെ സംഭാവന അർപ്പിക്കുന്ന ഒരു തലമുറയായിട്ട് മാറിയത് അതുകൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. ഓരോ ചെറിയ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആ തലമുറയ്ക്ക് ഉന്നതമായൊരു തൊഴിൽ മര്യാദ ഉണ്ടായിരുന്നു. അതവരെ പുരോഗതിയിലേക്ക് നയിച്ചു. നാം ഇന്നും അതുപോലെ തന്നെ ഇസ്ലാമികമായ ആ ഒരു സ്വഭാവ ഗുണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ആർജിക്കേണ്ടതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും വളരെ വലുതാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് അത് ഇസ്ലാമിക പ്രവർത്തനങ്ങളോ സേവനങ്ങളോ ഒക്കെ ആണെങ്കിൽ നാം ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി ചിലപ്പോഴൊക്കെ നാം അതിൽ കുറവുകൾ വരുത്താറുണ്ട്. അതായത് ഞാൻ സന്നദ്ധ സേവനം ചെയ്യാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ ചെറിയ പിഴവുകൾ വന്നാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്കിതിനൊന്നും ശമ്പളം കിട്ടുന്നില്ല, എനിക്ക് പേടിക്കാനൊരു മുതലാളിയില്ല എന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആരാണ് പ്രതിഫലം നൽകുന്നത്? നാം ആർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്? നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മേലധികാരിക്കോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിനോ ശമ്പളത്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു പണിയേക്കാളും ഏറ്റവും ഉത്തമമായൊരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അത് ആർക്ക് വേണ്ടിയാണ് നാം അത് ചെയ്യുന്നത് ചോദിച്ചാൽ എല്ലാറ്റിലും മേലെ നിൽക്കുന്ന ഒരു മേലധികാരിക്ക് വേണ്ടി, മാലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവായ റബ്ബുൽ ആലമീനായ സർവ്വലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് വളരെ വലിയൊരു പ്രചോദനമുണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായൊരു പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ജോലി നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഭൗതികമായ അർത്ഥത്തിലുള്ളതായാലും ആത്മീയമായാലും ആരാധനാ കർമ്മങ്ങളായാലും അതല്ല സേവന പ്രവർത്തനങ്ങളായാലും ആർക്കെങ്കിലും ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനമായാലും അതൊക്കെ അതിൻ്റെ അടുക്കും ചിട്ടയിലും ചെയ്യാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾ പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അത്രയധികം ശ്രദ്ധ ഇപ്പോഴൊക്കെ നമുക്കത് മാറി വരുന്നുണ്ട്. പക്ഷേ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. അതൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ചെയ്താൽ മതി, കിട്ടുന്ന രൂപത്തിൽ കിട്ടുന്നത് കിട്ടി, കൊടുക്കുന്നത് കൊടുത്തു, അതിനൊരു കണക്കൊന്നും കൃത്യമായി വേണ്ടതില്ല. അതുപോലെ തന്നെ അത് ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ കളക്ട് ചെയ്യുകയോ വിതരണം ചെയ്യുകയോ വേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് ആ വിഷയത്തിലൊക്കെ പുലർത്തുന്നത് പലപ്പോഴും കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്തരം വിഷയങ്ങളിലാണ്. കാരണം അവിടെ നമ്മുടെ ദീനിൻ്റെ മുഖമാണ് വെളിവാകുന്നത്, ഇസ്ലാമിൻ്റെ ഒരു മുഖം. നാം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, നാം ചെയ്യുന്ന ആരാധനകൾ, നാം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ വിഷയത്തിലും അതിൻ്റെയൊക്കെ ഏറ്റവും സൂക്ഷ്മാംശങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉയർന്ന നിലവാരം പുലർത്തുന്നതും കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ ആരാധനകളുടെ കാര്യത്തിൽ ഇഹ്സാൻ വേണം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിലായിരിക്കണം. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നാം ചെയ്യുന്ന എല്ലാം. വാസ്തവത്തിൽ നമ്മുടെ ഒരു സത്യവിശ്വാസിയുടെ എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ജോലി, നമ്മുടെ തൊഴിൽ മര്യാദകൾ, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് ഈവൻ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ, ഉപജീവനം തേടുന്നതിൽ, കുടുംബത്തിന് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നതിൽ, ഇതൊക്കെ ഏറ്റവും ഭംഗിയായും കൃത്യമായും അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലും ചെയ്യുക എന്നതാണ് ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ. ഇഹ്സാൻ്റെ ചൈതന്യവും ഇത്ഖാൻ്റെ തൊഴിൽ മര്യാദയും ഒന്നിപ്പിക്കുക. ഒരു മികച്ച ലക്ഷ്യബോധത്തോടു കൂടി, ഉന്നതമായ വർക്കെത്തിക്കോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യബോധത്തിലും അതിൻ്റെ ഫലത്തിലും നമ്മുടെ ജോലിയിലും ആരാധനയിലുമൊക്കെ ഈ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ നാളെ നമുക്ക് അനുകൂലമായ സാക്ഷിയായി തീരുമാറാകട്ടെ. ആമീൻ
യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.